മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇന്ത്യയും UAEയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 വമ്പൻ ഇ-കോമേഴ്സ് വെബ്സൈറ്റുകൾ കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. ഒപ്പം UAEയിലെ ഒരു പ്രമുഖ എന്റർടൈൻമെന്റ് കമ്പനിയുടെ ഷോർട്ട് മൂവികളും OTT പ്ലാറ്റ്ഫോമും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ PBX ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ നെറ്റ്വർക്ക് ഫീസും ഒപ്പം ആകർഷകമായ പ്ലാറ്റ്ഫോമും പ്രമോഷനും റിവാർഡുകളും ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട്. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില ബിഗ് അപ്ഡേറ്റുകളുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ബീറ്റ എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള നമ്മുടെ 4ാമത്തെ വീഡിയോ ആണിത്. മുൻപ് നമ്മൾ എയർ ഡ്രോപ്പ്, ICO പ്രീസെയിൽ, വാലിഡേറ്റർ പ്രോഗ്രാം എന്നിവയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വലിയ പിന്തുണയാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോൾ ഇതാ പ്രോജക്റ്റ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ബീറ്റ എക്സ് ഇപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലും ഒപ്പം സ്വന്തം ബ്ലോക്ക് ചെയിനിലും വിജയകരമായി ലൈവായി കഴിഞ്ഞു. കൂടാതെ ടെക്സിൽ സ്റ്റേക്കിംഗ് സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഏകദേശം $0.007 സെന്റിലാണ് കോയിൻ ട്രേഡിംഗ് നടക്കുന്നത്. ടോക്കണോമിക്സും സപ്ലൈ ഘടനയും. ഇതിന്റെ ടോക്കണോമിക്സ് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നറിയാമോ? ലഭ്യമായ ഓൺചെയിൻ വിവരങ്ങൾ അനുസരിച്ച് ഇതിന്റെ ആകെ സപ്ലൈയുടെ 80% കോയിനുകൾ സ്മാർട്ട് കോൺട്രാക്ട് വഴി സ്റ്റേക്കിംഗ് അല്ലെങ്കിൽ ലോക്കിംഗ് സംവിധാനങ്ങളിലാണ്. ബാക്കി വരുന്ന 20%-ൽ വെറും 5% മാത്രമാണ് കമ്പനി അലോക്കേഷനായി മാറ്റിവെച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന 15% പബ്ലിക് വിതരണത്തിനും ട്രേഡിംഗ് ലിക്വിഡിറ്റിക്കുമായി വിപണിയിലുണ്ട്. അതായത് മാർക്കറ്റിൽ ഉടൻ ട്രേഡ് ചെയ്യാൻ ലഭ്യമായിട്ടുള്ള സർക്കുലേറ്റിംഗ് സപ്ലൈ വളരെ നിയന്ത്രിതമാണ്. ഇനി എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് പുതിയ കോയിനുകൾ വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റേക്കിംഗ് ചെയ്തിരിക്കുന്ന കോയിനുകളിൽ നിന്ന് ഡെയിലി റിവാർഡുകളായി റിലീസ് ചെയ്യപ്പെടുന്ന ഭാഗം മാത്രമാണ് വിപണിയിലേക്ക് എത്തുന്നത്. മാർക്കറ്റ് ഡൈനാമിക്സ് വില നിശ്ചയിക്കുന്നത് ആര്? ഇവിടെ നമ്മൾ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്ന നിലയിൽ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു പ്യോർ യൂസർ ടു യൂസർ ഓപ്പൺ മാർക്കറ്റാണ്. കമ്പനിയല്ല നമുക്ക് കോയിനുകൾ നേരിട്ട് വിറ്റ് വില നിശ്ചയിക്കുന്നത്. എക്സ്ചേഞ്ചുകൾ വഴി വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള യഥാർത്ഥ ഡിമാൻഡുകളും സപ്ലൈകളും അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ വില മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതിന്റെ വില നിലവാരം തീരുമാനിക്കുന്നത് ഇതിന്റെ കമ്മ്യൂണിറ്റിയും യഥാർത്ഥ യൂട്ടിലിറ്റിയും ആയിരിക്കും. റിയൽ വേൾഡ് യൂട്ടിലിറ്റിയും പുതിയ പ്രോജക്റ്റുകളും. ഇനി നമ്മുടെ എക്കോസിസ്റ്റത്തിലേക്ക് വന്നിരിക്കുന്ന പുതിയ യൂട്ടിലിറ്റി പ്രോജക്റ്റുകളെ കുറിച്ച് പറയാം. പ്രോജക്റ്റ് വെറും ഒരു ട്രേഡിംഗ് കോയിനായി നിൽക്കാതെ ആളുകൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി UK ബേസ് ചെയ്തുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് പ്ലാറ്റ്ഫോമായി സഹകരണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഡിജിറ്റൽ പ്രോഡക്റ്റുകളും സർവീസുകളും PBX ഒരു പേയ്മെന്റ് ഓപ്ഷനായി വരുന്നു. ഇത് മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇന്ത്യയും UAEയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 വമ്പൻ ഇ-കോമേഴ്സ് വെബ്സൈറ്റുകൾ കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. ഒപ്പം UAEയിലെ ഒരു പ്രമുഖ എന്റർടൈൻമെന്റ് കമ്പനിയുടെ ഷോർട്ട് മൂവികളും OTT പ്ലാറ്റ്ഫോമും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ PBX ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ നെറ്റ്വർക്ക് ഫീസും ഒപ്പം ആകർഷകമായ പ്ലാറ്റ്ഫോമും പ്രമോഷനും റിവാർഡുകളും ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട്. ബിസിനസ് മോഡൽ ഒരു ഹൈപ്പോതെറ്റിക്കൽ ഉദാഹരണം. ഇത്തരം വൻകിട കമ്പനികൾ അല്ലെങ്കിൽ മർച്ചന്റുകൾ എന്തിനാണ് ക്രിപ്റ്റോ എക്കോസിസ്റ്റവുമായി കൈകോർക്കുന്നതെന്ന് നമുക്കൊരു ലളിതമായ ഡോളർ കണക്കിലൂടെ പരിശോധിക്കാം. ഇതൊരു സാധ്യത മാത്രമായി കണക്കിലാക്കുക. സിനാരിയോ എ: ഒരു കമ്പനി സ്വന്തം പ്രമോഷൻ ആവശ്യത്തിനായി $10,000 PBX കോയിൻ വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്നു എന്ന് കരുതുക. വാങ്ങുന്ന സമയത്ത് കോയിൻ വില $0.005 ആണെങ്കിൽ അവർക്ക് 20 ലക്ഷം കോയിനുകൾ ലഭിക്കും. ഭാവിയിൽ പ്രൊജക്ടിന്റെ യൂട്ടിലിറ്റിയും ഡിമാൻഡും വർദ്ധിച്ച് കോയിന്റെ മാർക്കറ്റ് വില $0.05 ആയി ഉയർന്നാൽ അവർ ഹോൾഡ് ചെയ്ത തുകയുടെ മൂല്യം സിദ്ധാന്തപരമായി $100,000 വരെയാകാം. ഇത് കമ്പനികൾക്ക് അവരുടെ കസ്റ്റമേഴ്സിന് വലിയ ഓഫറുകൾ നൽകാൻ ബാക്ക്-എൻഡ് മൂലധനമായി സഹായിക്കും. സിനാരിയോ ബി: എന്നാൽ ക്രിപ്റ്റോ മാർക്കറ്റ് എപ്പോഴും വോളറ്റൈൽ ആണ്. ഇതേ കോയിന്റെ വില വിപണിയിലെ ഡിമാൻഡ് കുറവ് മൂലം $0.02 താഴ്ന്നു പോയാൽ ആ കമ്പനിയുടെ അസറ്റ് വാല്യൂ $4,000 ആയി കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു ഉറപ്പുള്ള ലാഭവിഹിതമല്ല, മറിച്ച് ഡിജിറ്റൽ മാർക്കറ്റ് ഡൈനാമിക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. ചുരുക്കം പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു ശതമാനം കോയിനുകളും സ്റ്റേക്കിംഗിൽ ലോക്ക് ആയിക്കൊണ്ട് സപ്ലൈ പരിമിതമാണ്. വരാൻ പോകുന്ന വലിയ ഇ-കോമേഴ്സ് OTT യൂട്ടിലിറ്റികൾക്കായി ആളുകൾക്ക് കോയിൻ ആവശ്യമായി വരുമ്പോൾ നിലവിലുള്ള സർക്കുലേഷൻ സപ്ലൈയാണ് വിപണി ആശ്രയിക്കുന്നത്.
പ്രൊജക്റ്റിന്റെ റോഡ് മാപ്പ് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. ബിനാൻസ്, എത്തീരിയം പോലെയുള്ള വാലറ്റുകളിൽ ടോക്കണുകൾ നിർമ്മിക്കുന്നത് പോലെ നമ്മുടെ ഈ എക്സ്ചേഞ്ചിലും നിങ്ങൾക്ക് സ്വന്തമായി ടോക്കണുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിനായി വളരെ തുച്ഛമായ ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ നിർമ്മിച്ച ടോക്കണുകൾ ഒരു വലിയ പ്രൊജക്റ്റാക്കി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ചിൽ ചെന്ന് അതൊരു ഒഫീഷ്യൽ പ്രോജക്റ്റായി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. മറ്റൊരു പ്രധാന അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി. ഗുഡ് ബൈ.